ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചേമന്തി സ്റ്റിച്ചായിരുന്നു പരിചയപ്പെട്ടത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സിമ്പിൾ ആയിട്ടുള്ള വേറൊരു സ്റ്റിച്ചാണ്. അതിന്റെ പേരാണ് മാജിക് ചെയിൻ സ്റ്റിച്ച്. നമുക്കെല്ലാവർക്കും ചെയിൻ സ്റ്റിച്ച് വളരെ പരിചിതമാണ്. അപ്പോൾ അതിലൂടെ ചെയ്യാവുന്ന വേറൊരു വേരിയേഷനാണ് മാജിക് ചെയിൻ സ്റ്റിച്ച്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ നോർമൽ ആയിട്ടുള്ള എംബ്രോയിഡറി ത്രെഡ് തന്നെയാണ് വേണ്ടത്. എടുക്കുമ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള 2 കളേഴ്സ് ആയിട്ട് എടുക്കണം. ഒന്ന് ലൈറ്റ് കളർ ആണെങ്കിൽ ഒന്ന് ഡാർക്ക് കളർ, അങ്ങനെയുള്ള രൂപത്തിൽ വേണം എടുക്കാൻ. അപ്പൊ മാത്രമാണ് ചെയിൻ സ്റ്റിച്ച് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ വർക്കിൽ, നമ്മുടെ കുട്ടികളുടെ ഉടുപ്പിലൊക്കെ ഭംഗിയിൽ കാണുകയുള്ളൂ. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പൊ തുടർന്ന് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ, 2 കളേഴ്സ് ഉള്ള നൂലുകളാണ് എടുക്കേണ്ടത്. അപ്പോ അത് ഒരേ സൂചിയിൽ തന്നെയാണ് കോർത്തെടുക്കേണ്ടത്. 3 ഇഴ ഒരു നൂലിന്റെയും 3 ഇഴ അടുത്ത നൂലിന്റെയും രണ്ടും കൂടി ചേർത്ത് ഒരു സൂചിയിൽ തന്നെ കോർത്തെടുക്കുക. രണ്ടും വ്യത്യസ്ത കളറാവാനും കോൺട്രാസ്റ്റ് കളറാവാനും വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആദ്യം തന്നെ നമ്മൾ നോർമലി ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ എടുത്ത് ഫുള്ളായിട്ടാണ് നമ്മളിവിടെ കോർത്തെടുക്കുക. ഇങ്ങനെ ഫുള്ളായിട്ടാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ചിന് ചെയ്യുക. പക്ഷേ മാജിക് ചെയിനില് ഇതിൽ 3 ഇഴ മാത്രം, ഏതെങ്കിലും ഒരു കളറുള്ള 3 ഇഴ മാത്രം എടുത്ത് ഈ സൂചിനെ ചുറ്റുക. ശേഷം മെല്ലെ വളരെ ശ്രദ്ധിച്ചു വേണം പുറത്തേക്ക് എടുക്കാൻ. കാരണം ഇത് ചിലപ്പോ കെട്ടുപിടാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഓപ്പോസിറ്റ് കളറിന്റെ നൂല് മെല്ലെ വലിക്കുക. നമ്മൾ കറുപ്പോണ്ടായിരുന്നു ലൂപ്പ് ഇട്ടത്. ഓപ്പോസിറ്റ് കളർ അവിടെ ഇരിക്കുന്നുണ്ട്, വയലറ്റ് കളർ. അപ്പൊ അത് മെല്ലെ നമ്മൾ വലിച്ച് താഴ്ത്താം. അതിനുശേഷം വീണ്ടും അടുത്ത കളറ്. ഇപ്പൊ നമ്മൾ ബ്ലാക്ക് എടുത്തു. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ടത് വയലറ്റ് ആണ്. അതിന് മാത്രം ചുറ്റുക. ചുറ്റിയതിന് ശേഷം വളരെ സൂക്ഷിച്ചു വേണം ഇത് പുറത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കെട്ടുപിടും. എന്നിട്ട് മെല്ലെ കറുപ്പ് മാത്രം ഒന്ന് വലിച്ചു കൊടുക്കുക. വയലറ്റ് ലൂപ്പ് ഇട്ടുകൊണ്ട് കറുപ്പ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളറുള്ള നൂലാണ് മെല്ലെ വലിക്കേണ്ടത്. ഇപ്പൊ കണ്ടോ, ഒരു ചെയിൻ നമുക്ക് ബ്ലാക്ക് കളറിലും ഒരു ചെയിൻ നമുക്ക് വയലറ്റ് കളറിലും കിട്ടി. ഞാൻ വീണ്ടും കാണിച്ചു തരാം. ഇതിന്റെ ഉള്ളിലൂടെ എടുത്ത് നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ട കളർ എന്ന് പറയുന്നത് കറുപ്പാണ്. ഈ ത്രെഡിൽ കുടുങ്ങിക്കിടക്കുന്ന ത്രെഡ് മെല്ലെ മാറ്റി വെറും കറുപ്പ് മാത്രം എടുത്ത് ഇങ്ങനെ എടുക്കാം. അതിനുശേഷം കെട്ടുപിണയാതെ വളരെ ശ്രദ്ധിച്ചു വേണം ഇത് വലിക്കാൻ. ഇവിടെ ചെറിയൊരു ലൂപ്പ് മാതിരി വന്ന് നിൽക്കും, ഓപ്പോസിറ്റ് കളർ ലൂപ്പായി വന്ന് നിൽക്കും. അതിനെ മെല്ലെ വലിച്ച് താഴ്ത്താം. അപ്പോൾ നല്ല ഭംഗിയുള്ള മാജിക് ചെയിൻ സ്റ്റിച്ച് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ കുറച്ച് വലിയ ചെയിൻ സ്റ്റിച്ചാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ മക്കളുടെ ഉടുപ്പിലൊക്കെ ചെയ്യുമ്പോൾ ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ചെയിൻ സ്റ്റിച്ച് വേണം ചെയ്യാനായിട്ട്. പൊതുവെ മാജിക് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഡബിൾ കളറുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന്. പക്ഷെ അല്ല, 2 കളറുള്ള ത്രെഡ് ഒരേ സൂചിയിൽ കോർത്ത് അത് മാറ്റി മാറ്റി ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ മാജിക് ചെയിൻ സ്റ്റിച്ച്. ചെയ്തു വരുമ്പോൾ ഒരേ സൂചിയിൽ തന്നെ 2 കളേഴ്സ് വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനിങ്ങനെ ഒരു പേര് വന്നത്. അപ്പൊ നമുക്ക് തുടർന്ന് കാണാം. ത്രെഡ് ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കാനായിട്ട് മറക്കരുത്. വല്ലാണ്ട് വലിക്കും ചെയ്യരുത്. കാരണം ചെയിൻ സ്റ്റിച്ച് നമുക്കിങ്ങനെ ഒരു ലൂപ്പോട് കൂടി കിട്ടണം, ഇങ്ങനെ ഒരു ഹോളായിട്ട് ഉള്ളിൽ കിട്ടണം. അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ വല്ലാണ്ട് വലിച്ച് മുറുക്കരുത്. മാറ്റി മാറ്റി 2 കളറും എടുത്ത് ചെയ്യാം. നമ്മുടെ ഈ ചുരിദാറിന്റെ
യോഗ് പാർട്ടിലും നമ്മുടെ ബോർഡറായിട്ടും ഡ്രസ്സിന്റെ ബോർഡറായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്റ്റിച്ചാണിത്. ഒരു ഡാർക്ക് കളറും ഒരു ലൈറ്റ് കളറും എടുക്കാൻ മറക്കരുത്. അങ്ങനെ ഈ മാജിക് ചെയിൻ സ്റ്റിച്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എന്റെ വീഡിയോ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ചെയ്ത ചെറിയൊരു മോട്ടീഫ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് ഞാൻ ചെയ്ത ചെറിയൊരു മോട്ടീഫാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അതേപോലെ തന്നെ മക്കളുടെ ഉടുപ്പിലൊക്കെ ചെയ്യാൻ ആരും മറക്കരുത്. ഇത് ചെയിൻ സ്റ്റിച്ചിന്റെ ഒരു വേരിയേഷൻ ആണ്. അതുപോലെ തന്നെ വേറൊരു വേരിയേഷൻ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതാണ്. മറക്കാതെ കാണാൻ എല്ലാവരും ശ്രമിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.